ധിയോ യോ ന പ്രചോദയാത്, എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കൂ. എന്നിട്ട് ബുദ്ധിയിലൂടെ സത്യത്തെ കണ്ടെത്തൂ. ഗ്രഹാം ബെൽ എന്ന് പറയുന്ന മനുഷ്യന്റെ സത്യാന്വേഷണം കൊണ്ടാണ് ഞാൻ മെല്ലെ പറയുമ്പോൾ നിങ്ങൾ ഒച്ചത്ത് കേൾക്കുന്ന ഈ മൈക്ക് സെറ്റ് ഉണ്ടായത്, മൈക്രോഫോൺ. തോമസ് ആൽവാ എഡിസൺ എന്ന് പറയുന്ന മനുഷ്യന്റെ ധിയോ യോ ന പ്രചോദയാത് ആയതുകൊണ്ടാണ് ഈ ബൾബും ട്യൂബും കത്തുന്നത്. ബൾബ് കണ്ടുപിടിച്ച അദ്ദേഹമാണ്. റേഡിയോയും ടിവിയും ഒക്കെ ഉണ്ടായത് മാർക്കോണി എന്ന് പറയുന്ന മനുഷ്യന്റെ ധിയോ യോ ന പ്രചോദയാണ്. സത്യം അന്വേഷിക്കുക, സത്യം ഒന്നേ ഉള്ളൂ. അസത്യങ്ങൾ ഒരുപാട് കൂട്ടിവെച്ചിട്ടും കാര്യമില്ല. ഇപ്പോ നിങ്ങൾ ഈ പന്തലിന്റെ പുറത്തിറങ്ങിയിട്ട് ആകാശത്ത് നോക്കൂ, 1,00,000 നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടായിട്ടും നമുക്ക് ഈ ട്യൂബും ജനറേറ്ററും വേണ്ടി വന്നില്ലേ? എന്നാ പകല് നോക്കൂ, ആകാശത്ത് ഒറ്റ നക്ഷത്രമേ ഉള്ളൂ, എന്നിട്ടോ ഒറ്റ ബൾബും വേണ്ടല്ലോ, നല്ല വെളിച്ചം കിട്ടുന്നില്ലേ? എന്തുകൊണ്ടാ? നമ്മൾ ആ സത്യത്തിനോട് അടുത്താണ്. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. അദ്വൈതം ജനിച്ച നാട്ടിലെന്ന പാട്ടിൽ ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ സത്യം അന്വേഷിക്കുക, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അസതോമാ സദ്ഗമയ, നന്മ ചെയ്യുക, ശിവം ചെയ്യുക. ശിവരാത്രി കഴിയുന്നത് നിങ്ങളുടെ മനസ്സ് സ്വാർത്ഥതയുണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്വാർത്ഥതകളെല്ലാം ഒഴിവാക്കി ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറെടുത്ത് പോകാനാണ് ശിവരാത്രി നോമ്പ് നോക്കുന്നത്. ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്താൽ പോരാ. ഈ ബഹുജന സുഖായ ബഹുജന ഹിതായ, ഈ ലോകത്തിന് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതാണ് തേന തെക്തേന ഭുഞ്ചീത, നീ ത്യജിച്ചിട്ട് മാത്രം ഭുജിക്കുക, കൊടുത്തിട്ട് മാത്രം തിന്നുക എന്ന് പറയുന്നത് ശിവം. അപ്പോ ഓം നമ ശിവായ എന്ന് പറഞ്ഞാൽ ഈ ശിവത്തെ പ്രാർത്ഥിക്കുന്നു എന്നാണ് ശിവം. മൂന്നാമത്തത് സൗന്ദര്യബോധം, ആർദ്രത. അതിനാ ഡാൻസ്, അതാണ് പീലി തിരുമുടി, അതിനാണ് വനമാല, അതിനാണ് രസങ്ങൾ കൊണ്ട് രാസലീലയാടുന്ന കൃഷ്ണൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സൗന്ദര്യബോധം ഈ 3 അടിക്കല്ലുകളിൽ പടുത്തുയർത്തുക. സത്യം, ശിവം, സുന്ദരം. മനസ്സിലായി? അതിന്റെ അടിത്തറയിലാണ് നമ്മുടെ ഭക്തി. അല്ലാതെ വെറുതെ ഭസ്മം, പൂജ, വഴിപാട്, പ്രാർത്ഥന ഇത് മാത്രമാണ് ഭക്തി എന്ന് വിചാരിച്ചാൽ കുയ്യാട്ടയില്ലാണ്ട് വീടെടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഒരു കാറ്റിനും മഴയത്ത് ഒലിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഭക്തിയും അമ്പലവും വളരുമ്പോഴും അതിന് തക്കതായ ഗുണം നമ്മുടെ ഗ്രാമത്തിൽ ധാർമ്മികതയോ സത്യസന്ധതയോ സൗന്ദര്യബോധമോ വളരാത്തത്.